ഒന്നാമത്തെ ഖുത്ബയിൽ പറയുന്നത് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഇന്നഹു ലൈസ അഹദുൻ അക്രമ അലല്ലാഹി മിൻ നബിയ്യിഹി വലാ അശ്റഫ ഇൻദഹു മിൻ മുഹമ്മദിൻ നജിയ്യിഹി വസഫിയ്യിഹി വഇന്നഹു ലം യുഅഖർ ഇൻദ ഇൻഖിളാഇ മുദ്ദതിഹി വലം യുഅമ്മർ ഇൻദ ഹുളൂരി മനിയതിഹി വലഖദ് അതാഹു ഫീ മിത്ലി ശഹരികും ഹാദാ മിർ റുസുലി റബ്ബിഹിൽ കിറാം അൽ മുവക്കലീന ബിഖബ്ലി നുഫൂസിൽ അനാം. ഇത് ഉസ്താദ് മിമ്പറിന്റെ മുകളിൽ നിന്ന് പറയാണ് ഖൗമിനോട്. എന്താ പറഞ്ഞത്? ഓ ജനങ്ങളെ, അല്ലാഹനെ സൂക്ഷിക്കണേ, അല്ലാഹന്റെ അടിയാറുകളെ. ഇന്നഹു ലൈസ അഹദുൻ അക്രമ അലല്ലാഹി മിൻ നബിയ്യിഹി, നബിയേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ആദരണീയനായ ഒരു വ്യക്തിത്വവും ഇല്ല. വലാ അശ്റഫ ഇൻദഹു മിൻ മുഹമ്മദിൻ നബിയ്യിഹി വനജിയ്യിഹി വസഫീഹി, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ അശ്റഫായ ശ്രേഷ്ഠതയുള്ള പവിത്രതയുള്ള ഒരാളും തന്നെയില്ല. വഇന്നഹു ലം യുഅഖർ ഇൻദ ഇൻഖിളാഇ മുദ്ദതിഹി വലം യുഅമ്മർ ഇൻദ ഹുളൂരി മനിയതിഹി, അത്രമാത്രം അക്രമായ അഫ്ളലായ അഷ്റഫായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകന്റെ ആയുസ്സെടുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ശറഫിന്റെ പേരിലോ അദ്ദേഹത്തിന്റെ സഫീയിന്റെ പേരിലോ അദ്ദേഹത്തിന്റെ മറ്റേതെങ്കിലും പ്രത്യേകതയുടെ പേരിലോ അദ്ദേഹത്തിന്റെ ആയുസ്സിനെ അല്ലാഹു നീട്ടിക്കൊടുത്തിട്ടില്ല. ആയുസ് നീട്ടിക്കൊടുത്തില്ല, സമയം നീട്ടിക്കൊടുത്തില്ല. വലഖദ് അതാഹു ഫീ മിത്ലി ശഹരികും ഹാദാ മിർ റുസുലി റബ്ബിഹിൽ കിറാം അൽ മുവക്കലീന ബിഖബ്ലി നുഫൂസിൽ അനാം. മുന്നിലിരിക്കുന്ന ഖൗമിനോട് ഉസ്താദ് വെള്ളിയാഴ്ച പറയാണ്, ജനങ്ങളെ, നിങ്ങളിപ്പോൾ നിലകൊള്ളുന്ന ഈ മാസം വലഖദ് അതാഹു ഫീ മിത്ലി ശഹരികും ഹാദാ, ഇതുപോലെയുള്ള ഒരു മാസത്തിലാണ് മുഹമ്മദ് നബിയുടെ അടുക്കൽ ദൂതന്മാര് വന്നത്. എങ്ങനെയുള്ള ദൂതന്മാർ? അൽ മുവക്കിലീന ബിഖബ്ലി നുഫൂസിൽ അനാം, സൃഷ്ടികളുടെ ആത്മാവിനെ പിടിക്കുന്ന മലക്കുകൾ, അഥവാ മരണത്തിന്റെ മലക്കുകൾ വന്നത് ഇതുപോലെയുള്ള ഒരു മാസത്തിലാണ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നമ്മൾ മുൻപ് ചെയ്ത ആ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു വിഷയം തന്നെയാണ്. റബീഉൽ അവ്വൽ 12 വരുന്നതിന് മുമ്പ് മിക്കവാറും 2 വെള്ളിയാഴ്ച വരാറുണ്ട്, ഇല്ലെങ്കിൽ എന്തായാലും ഒരു വെള്ളിയാഴ്ച വരും. ആ വെള്ളിയാഴ്ച, ആദ്യത്തെ വെള്ളിയാഴ്ച പറയുന്ന ഖുതുബയിൽ പറയുന്ന വിഷയങ്ങളാണ് ബഹുമാനനായ അനസ് മൗലവി ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഖുതുബയിലാണ്. അവർ ആ പള്ളിയൊക്കെ നല്ല ഡെക്കറേഷൻ ചെയ്തിട്ട് അലങ്കരിച്ച് മാല ബൾബുകളും തോരണങ്ങളും ഒക്കെ കെട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ മദ്രസയൊക്കെ നല്ല അലങ്കരിച്ചിട്ടുണ്ടാവും. വലിയൊരു സ്റ്റേജൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒരു സൈഡിൽ കുട്ടികൾ ദഫ് ഇങ്ങനെ കളിച്ച് പഠിക്കുന്നുണ്ടാവും, മറ്റൊരു സൈഡിൽ കുട്ടികൾ പാട്ട് പ്രസംഗം പരിപാടികളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുപോലെ റബീഉൽ അവ്വൽ 12 ആയിക്കഴിഞ്ഞാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്ന് ആധികാരികമായ ഒരു രേഖയുള്ളത്, അല്ലെങ്കിൽ പറയപ്പെടുന്നത് റബീഉൽ അവ്വൽ 12 ളുഹാ സമയം എന്നാണ്. റബീഉൽ അവ്വൽ 12 ളുഹാ സമയം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞ ആ സമയത്ത് ഭയങ്കര ആഘോഷമാണ്. എന്താണ് ആഘോഷം? ജന്മദിനത്തിൻ്റെ ആഘോഷമാണ്. പ്രവാചകർ വഫാത്തായി എന്ന് ഉറപ്പുള്ള ആ ദിവസം, പ്രവാചകർ ജനിച്ചത് റബീഉൽ അവ്വൽ 12 ഒരു ഉറപ്പില്ല. കാര്യം എന്താണ്? അന്ന് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്ന കാലത്ത് റബീഉൽ അവ്വൽ 12 ഇല്ല. ഇപ്പം നമ്മളൊക്കെ ജനിച്ചത് എന്നാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാര്യം അന്ന് ഹിജറി കലണ്ടറും ഉണ്ട്, അതല്ലാതെ മലയാള കലണ്ടറും ഉണ്ട്, ഈ ഇംഗ്ലീഷ് കലണ്ടർ എന്ന് പറയുന്ന നമ്മൾ സാധാരണ ഡേറ്റ് എടുക്കുന്ന കലണ്ടറും ഒക്കെ ഉണ്ട്. പ്രവാചകർ ജനിക്കുന്ന സമയത്ത് അന്ന് അങ്ങനെ ഒരു കലണ്ടർ ഇല്ല, നിലവിലില്ല. പിന്നീട് കലണ്ടർ, ഹിജറി കലണ്ടർ എന്നുള്ള ആ ഒരു സംവിധാനം കൊണ്ടുവരുന്നത് തന്നെ ഡേറ്റ് എന്നുള്ള ആ ഒരു പ്രശ്നമൊക്കെ ഉള്ളത് കാരണം കൊണ്ടാണ്. ഹിജറി കലണ്ടർ വരുന്നത് തന്നെ അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമാണ് ഹിജറി കലണ്ടർ വരുന്നത്. റബീഉൽ അവ്വലും മുഹറം ഒക്കെ വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമാണ്. റസൂലുള്ള വഫാത്താകുന്നതിൻ്റെ 63 വർഷങ്ങൾ മുൻപ് നടന്ന ആ ഒരു ജനന ഡേറ്റ്, അത് എങ്ങനെയാണ് റബീഉൽ അവ്വൽ 12 ഇവരുണ്ടാക്കിയത്? കാര്യം ഇപ്പോൾ നമുക്ക് ഇന്ന് മുതൽ നമുക്കൊരു 63 വർഷം മുമ്പുള്ള ഒരു ദിവസം നമുക്ക് ഏതാ മാസം കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് കണ്ടെത്താൻ കഴിയും. എന്നാൽ ആ കണ്ടെത്തൽ തന്നെ ചെറിയ 1-2 ദിവസത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ ആ വർഷത്തിൽ റമദാൻ തുടങ്ങിയതോ അല്ലെങ്കിൽ ഷഅബാൻ തുടങ്ങിയതോ ആയിട്ടുള്ള പെരുന്നാൾ
ആയതോ ആയിട്ടുള്ള, അല്ലെങ്കിൽ വലിയ പെരുന്നാൾ, ഹജ്ജ് പെരുന്നാൾ ഒക്കെ നടന്ന ഡേറ്റിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ഡേറ്റ് കിട്ടുള്ളൂ. കാര്യം എന്താണ്? നമ്മുടെ കലണ്ടറിൽ എഴുതിയ ഒരു ഡേറ്റ് അല്ല നമുക്കുള്ളത്. കലണ്ടറിൽ എഴുതിയ ഡേറ്റ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെരുന്നാളിന് തലേദിവസം ഇങ്ങനെ മാനത്ത് നോക്കി ഇരിക്കൂല. അപ്പം ഞാനും ഇത് കാണുന്ന താങ്കളും അല്ലെങ്കിൽ ഇത് കാണുന്നവരും നോക്കിയിരിക്കണമെന്നല്ല, നമുക്ക് കുറച്ച് ആളുകൾ മാനത്ത് നോക്കി ഇരുന്നാലേ ഉള്ളൂ പെരുന്നാളുണ്ടോ നാളെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുക. അതാണ് നമ്മുടെ മാസത്തിൻ്റെ ഒരു പ്രത്യേകത. എന്നിട്ട് 63 വർഷം മുമ്പേ പ്രവാചകൻ ജനിച്ചത് അന്നില്ലാത്തൊരു ഹിജ്രി കലണ്ടറിലത്തെ, അന്നില്ലാത്തൊരു റബീഉൽ അവ്വലിലത്തെ, അന്നില്ലാത്തൊരു റബീഉൽ അവ്വൽ 12 എന്നൊക്കെ പറഞ്ഞ് അതന്നെ പൊട്ടപ്പോയത്താണ്. അവിടെ തന്നെ അത് തള്ളി മറിച്ചിട്ടുണ്ടാണ്. എന്നാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്ന് പറയപ്പെടുന്ന പ്രബല അഭിപ്രായം റബീഉൽ അവ്വൽ 12 ളുഹാ സമയത്താണ്. ളുഹാ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നബിദിനത്തിന് വേണ്ടിയിട്ട് റോഡുകളൊക്കെ ബ്ലോക്കാക്കിക്കൊണ്ട് ജാഥയും അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങൾ നടക്കുന്ന ആ സമയത്ത് സ്വഹാബാക്കളൊക്കെ കരയായിരുന്നു ഒക്കെ പറയുന്നുണ്ട്. അനസ് മൗലവി പറയട്ടെ, കുറച്ചും കൂടി പറയട്ടെ. ഇനി ആദ്യ കുത്തുബയിൽ എന്താണ് പറയുന്നത് എന്നും അതേപോലെ തന്നെ രണ്ടാമത്തെ കുത്തുബ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെയുള്ള രണ്ടാം കുത്തുബയല്ല കേട്ടോ, രണ്ടാമത്തെ വെള്ളിയാഴ്ച വരുന്ന കുത്തുബയിൽ. ഇത് റെഡിമെയ്ഡാണേ, റെഡിമെയ്ഡ് ഒരു പുസ്തകമാണ്. നുബാത്തുൽ മിസ്രിയ എന്ന് പറയുന്ന ആള് 500 കൊല്ലം മുമ്പ് പറഞ്ഞ കുത്തുബകൾ അത് എഴുതിയെടുത്തിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചില പള്ളികളിലൊക്കെ മാതൃഭാഷയിൽ കുത്തുബ നടത്താറുണ്ട്. ചില പള്ളികളെന്നല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ഭാഗത്തും മാതൃഭാഷയിൽ. മലയാളം എന്നുള്ളത് അതിനൊരു മാനദണ്ഡമല്ല, മനുഷ്യന് മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ മലയാളം മാതൃഭാഷയാണ്, അതുകൊണ്ട് അവർ മലയാളത്തിൽ പറയുന്നു. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ തമിഴായിരിക്കും, കർണാടകയിൽ പോയി കഴിഞ്ഞാൽ കന്നഡയായിരിക്കും. അപ്പോൾ കേരളത്തിൽ മാതൃഭാഷയിൽ കുത്തുബ നടത്തുന്ന അതൊക്കെ ബിദ്അത്താണ്, തെറ്റാണ് എന്ന് പറയുന്ന ആളുകൾ ഇവർ ഈ ചെയ്യുന്ന 500 കൊല്ലം മുമ്പേ ഒരാൾ കുത്തുബ പറഞ്ഞ ഏട് കൊടുത്തിട്ട് അതിങ്ങനെ പറയുന്ന ആ കുത്തുബയിൽ വന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അനസ് മൗലവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ള അല്ലെങ്കിൽ സ്വഹാബത്ത് ആരെങ്കിലുമൊക്കെ നടത്തിയൊരു കുത്തുബ അതവർ എവിടെയും പറയുന്നത് കേട്ടിട്ടില്ല. അങ്ങനെ പറയാൻ എവിടെയും പഠിപ്പിച്ചിട്ടുമില്ല. കാര്യം റസൂലുള്ള വഫാത്തായതിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീന മുനവ്വറയിൽ മദീന പള്ളിയിൽ കുത്തുബ പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞതല്ല പറഞ്ഞത്. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശേഷം ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ള പറഞ്ഞതല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതല്ല. അങ്ങനെ ഒരു ചരിത്രമല്ല. എന്നാൽ മസ്ജിദുൽ ഇമാം എന്ന് പറയുന്ന ഒരു മസ്ജിദ്, ഈജിപ്തിലുള്ളൊരു മസ്ജിദിൽ നുബാത്തുൽ മിസ്രിയ എന്ന് പറയുന്ന ഒരാൾ ഒരു കൊല്ലം പറഞ്ഞ കുത്തുബ അതൊക്കെ എഴുതി കൂട്ടിണ്ടാക്കിയിട്ട് അത് ഇവിടെ വന്നിട്ട് പാട്ടുപാടുന്ന ആളുകളുടെ അവസ്ഥയാണ് ഇപ്പോൾ അനസ് മൗലവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അനസ് മൗലവി പറയുന്ന കുറച്ചുകൂടി കേൾക്കാം. എന്ന് പറഞ്ഞിട്ട് ആ മലക്ക് വന്ന് പ്രവാചകന്റെ റൂഹ് പിടിക്കുമ്പോൾ ഉള്ള അവസ്ഥ ഇതിൽ വളരെ കൃത്യമായി വിശദീകരിക്കുകയാണ്. എന്താണ്? ഫഷ്തദ്ദലിദാലിക കർബുഹു വഅനീനുഹു വതറാദഫ ഖലഖുഹു വഹനീനുഹു വഖ്തലഫ ബിൽ ഇൽതിബാതി വൽ ഇൻഖിബാദി ശിമാലുഹു വയമീനുഹു. ആ മലക്കുൽ വന്ന് റൂഹിനെ പിടിച്ചപ്പോൾ പ്രവാചകന് വേദനയുണ്ടായി, പ്രയാസമുണ്ടായി. പ്രയാസം ചെറുതല്ല. ഫഷ്തദ്ദലിദാലിക എന്ന് വെച്ചാൽ അങ്ങേറ്റം അസഹനീയമായ രൂപത്തിൽ ഫഷ്തദ്ദലിദാലിക കർബുഹു വഅനീനുഹു. പ്രവാചകന്റെ വേദനയും ബുദ്ധിമുട്ടുകളും അതേ അങ്ങേറ്റം കഠിനമായി. മാത്രമല്ല പ്രവാചകന്റെ നാഡീനരമ്പുകൾ വരിഞ്ഞു മുറുകാൻ തുടങ്ങി. അതിന് പുറമെ പ്രവാചകൻ വലതുകാല് നീട്ടുകയും ഇടതുകാല് ചുരുക്കുകയും അങ്ങനെയെല്ലാം പ്രയാസങ്ങൾ പ്രകടിപ്പിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും മലക്ക് വിട്ടുകളഞ്ഞില്ല. ഫലം യദ്ഫഇൽ ജസഉ അൻഹു മഖ്ദൂറാ വലാ റാഖബൽ മലക്കു ഫീഹി അഹ്ലം വലാ അശീറാ ബൽ ഇംതസല മാ കാന ബിഹി മഅ്മൂറാ. ഈ പ്രയാസങ്ങൾ കാണിച്ചത് കൊണ്ട് മലക്ക് വിട്ടില്ല. നേരെ മറിച്ച് മലക്കിനോട് കൽപ്പിച്ചത് മലക്ക് കൃത്യമായി തന്നെ നിർവഹിച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിട പറഞ്ഞ, വേദനിച്ച, പ്രയാസപ്പെട്ട മാസമാണ് ജനങ്ങളെ. ഇത് നിങ്ങൾ നിലകൊള്ളുന്ന ഈ റബീഉൽ അവ്വൽ പോലെയുള്ളൊരു മാസത്തിലാണിത് നടന്നത് എന്ന് വെള്ളിയാഴ്ചകളിൽ ഇബ്നുൽ ബാത്തത്തിൻ്റെ ഖുതുബ നോക്കി ഉസ്താദ് ഖൗമിനോട് ഒന്നാമത്തെ വെള്ളിയാഴ്ച പറഞ്ഞു. അവിടെ ഒന്നാമത്തെ ഖുതുബയിൽ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഖുതുബയിൽ എന്താണ് പറയുന്നത്? രണ്ടാമത്തെ ഖുതുബയിൽ ഒന്നിൽ ഇങ്ങനെ പറഞ്ഞു, ഇനി രണ്ടിലെങ്കിലും ഇതിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മിമ്പറിൽ നിന്ന് പറഞ്ഞിട്ട് താഴെ പറയുന്ന ആ കാര്യമുണ്ടല്ലോ, അതൊന്ന് മിമ്പർമ പറയോ എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടി പ്രത്യേകം പറയണ്ടേ. ഈ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അതിലൊക്കെ പ്രത്യേകമാണ്. അതായത് ഈ പറഞ്ഞത് ഈ സാധുക്കൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതൊന്ന് വിശദീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അനസ് മൗലവി രണ്ടാം ഖുതുബയിൽ പറയുന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട്. രണ്ടാം ഖുതുബയിൽ, അതായത് രണ്ടാം വെള്ളിയാഴ്ച
ഒന്നാമത്തെ വെള്ളിയാഴ്ചയിൽ റബീഉൽ അവ്വൽ ഒന്നാമത്തെ വെള്ളിയാഴ്ചയിലുള്ള ആ ഇടയിലിരുത്തം കഴിഞ്ഞിട്ടുള്ള ഖുതുബയല്ല കേട്ടോ, മൊത്തത്തിൽ മരണത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, വഫാത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാം വെള്ളിയാഴ്ചയിൽ അന്നെങ്കിലും നമ്മളെ ചാടികളിനെ കുറിച്ചിട്ടൊരു എന്തെങ്കിലും പറയുമെന്ന് കരുതിയിട്ട് സാധുക്കൾ ഇരുന്നാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അറബിയിൽ എന്തൊക്കെ പാടുകയാണല്ലോ. എന്നിട്ട് എന്താണ് അവിടെ പറയുന്നത് നിങ്ങൾ കേട്ടോക്കാനി. സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുന്നത് ഈ വെള്ളിയാഴ്ച ഒന്നായാൽ അടുത്ത വെള്ളിയാഴ്ച 2, അപ്പോഴല്ലേ റബീഉൽ അവ്വൽ 12 ആവും. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ചയാകും ചിലപ്പോൾ ജന്മദിനത്തെക്കുറിച്ച് പറയുക എന്ന് കരുതി അടുത്ത വെള്ളിയാഴ്ച എന്ന ഉസ്താദ് എന്താ മെമ്പറിന്റെ മുകളിൽ നിന്ന് പറഞ്ഞത്? വലൗ റദഅൽ മൗത ശറഫുൻ നസീൽ ഔ ദഫഅൽ ഖദറ ഖദറുൻ ജലീൽ ഔ മനഅൽ ഹദറ വജ്ഹുൻ ജമീൽ ലകാന അവ്വല നാജിൽ ലികമാലി ഫദ്ലിഹിർ റസൂൽ. ജന്മമഹത്വം കൊണ്ട്, ഒരാൾക്കുള്ള ശറഫ് കൊണ്ട് മരണത്തെ തടുത്തു നിർത്താൻ കഴിയുമായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ഉന്നതമായ ഖദർ കൊണ്ട്, സ്ഥാനം കൊണ്ട് മരണത്തെ തടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, സുന്ദരമായൊരു വദനം കൊണ്ട് മരണത്തെ തടഞ്ഞു നിർത്താൻ കഴിയുമായിരുന്നെങ്കിൽ, ലകാന അവ്വല നാജിൻ ലികമാലി ഫദ്ലിഹിർ റസൂൽ. ഈ പറയപ്പെട്ട എല്ലാ സവിശേഷതകളുമുള്ള പ്രവാചകൻ, ആ പ്രവാചകൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. അപ്പൊ റസൂലും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം വലഖദ് തഖല്ലാ ഫീ മിത്ലി ശഹരികും ഹാദാ അജലുഹു. അപ്പോഴും പറയാണ്, ജനങ്ങളെ, നിങ്ങളിപ്പോൾ നിലകൊള്ളുന്ന റബീഉൽ അവ്വൽ പോലൊരു മാസത്തിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി വഫാത്തായത്. അവിടെ നിർത്തല്ല, പിന്നെ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. എന്ത്? വഅഹാതത് ബിഹി മിനൽ മൗത്തിൽ മഖ്ദൂർ മഖ്ദൂർ ഉഖലുഹു വദനത് ലിഖബ്ൽ നഫ്സിഹി നഫീസതി അംലാകുഹു وعز على البرية من وثاق المنية فكاكه حتى إذا غص بها الحلقوم وجاش بحسرجتها الحيزوم وامتدت اليمين وانقبضت الشمال وتقلقلت الأعضاء والأوصال. കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞതുപോലെ മലക്ക് വന്ന് പിടിച്ചപ്പോ, പ്രവാചകന്റെ ആത്മാവ് തൊണ്ടക്കുള്ളിലെത്തിയപ്പോ പ്രവാചകന്റെ നെറ്റിത്തടം വിയർത്തുപോയി. വലതുകാല് നീട്ടുകയും ഇടതുകാല് ചുരുക്കുകയും ഒക്കെ ചെയ്തു. മാത്രമല്ല നാഡീനരമ്പുകൾ വേദനിച്ചു. മാത്രമല്ല വറസഹൽ ജബീനുൽ കർബിസ്യാഖ്, വേദന കൊണ്ട് പ്രവാചകന്റെ നെറ്റിത്തടം വിയർത്തുപോയി. വആദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ഫിറാഖ്, കൂട്ടുകുടുംബാദികളോടും കൂട്ടുകാരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചോദിക്കുകയാണ്, വിട പറയുകയാണ്. ആ സന്ദർഭത്തിൽ ഫനാദത്തുഹു താഹിറത്തുൽ ബതൂൽ, പ്രവാചകന്റെ പുന്നാര മകളായ ഫാത്തിമ ബീവി വിളിച്ചു പറഞ്ഞു, വകർബാ ലികർബിക യാ അബാ, ഓ ഉപ്പാ, അങ്ങയുടെ വേദന എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു ഉപ്പാ, അങ്ങയുടെ പ്രയാസം എൻ്റെ കൽബിനെ പിടിച്ചു കുലുക്കുന്നു ഉപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി കരഞ്ഞപ്പോ വഖദ് വദ്ദഅഹാ ബിളമ്മിഹാ ഇലൈഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുന്നാര മകളെ അടുത്തേക്ക് വിളിച്ച് മാറോടണച്ചുകൊണ്ട് പറയുകയാണ്, ലാ കർബ അലാ അബീകി ബഅദൽ യൗം, മോളെ ഈ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഉപ്പക്ക് വേദനയില്ല, ഉപ്പക്ക് വേദനയുണ്ടാവില്ല. കാരണം ഉപ്പ പോകുന്നത് അതേ ഒരിടത്തേക്കാണ്, ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത റബ്ബിലേക്ക് ഉപ്പ യാത്ര പറയുകയാണെന്ന് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളായ വഖാലൽ ഹസനു വൽ ഹുസൈനു ബാഖിയൈനി വാജദ്ദാ, ഹസനും ഹുസൈനും എന്ന പുന്നാര മക്കൾ കരഞ്ഞുകൊണ്ട് ഓ ഉപ്പ എന്ന് വിളിച്ചു കരയുകയാണ്. വഖാലത്ത് ആയിഷത്തു യാ അബാ ഖാസിമ, ആയിഷ ബീവി വിളിക്കുകയാണ്, ഓ അബൂ ഖാസിമേ എന്നിങ്ങനെ വിളിക്കുകയാണ്. ഈ വിവരണം ഉസ്താദ് ഇങ്ങനെ നടത്തിയിട്ട് വെള്ളിയാഴ്ച മെമ്പറിന്റെ മുന്നിലിരിക്കുന്ന കൗമിനോട്, ആ നാട്ടിലെ അപാലവൃദ്ധ ജനങ്ങളും കടകളൊക്കെ പൂട്ടി ജോലിയൊക്കെ ഒഴിവാക്കി പള്ളിയിൽ ജുമഅക്ക് വന്നിരിക്കുമ്പോ ഇത് കേട്ടിട്ടും കുലുങ്ങാതിരിക്കുന്ന കൗമിനോട് ഉസ്താദ് വെള്ളിയാഴ്ച ചോദിക്കുകയാണെന്ത്? ഫഅയ്യു നഹീബിൻ അലൈഹി മർതഫ വഅയ്യു തർഫിൻ അലൈഹി മാ ദമഅ വഅയ്യു ഹുസ്നിൻ ലിഫഖദിഹി മത്തസഅ. എന്താടോ കുലുങ്ങാതിരിക്കുന്നത്? എന്താ തല ഉയർത്താത്തത്? അള്ളാന്റെ റസൂല് വഫാത്തായി എന്ന് പറഞ്ഞിട്ട് എന്താടോ കരയാത്തത്? വഅയ്യു തർഫിൻ അലൈഹി മാ ദമഅ, എന്താടോ കണ്ണീര് വരുന്നില്ലല്ലോ? എന്താ എല്ലാരും ഇങ്ങനെ ഉറങ്ങിത്തൂങ്ങുന്നത് എന്ന് വെള്ളിയാഴ്ച മിമ്പറിന്റെ മുകളിൽ ഇബ്നുൽ ബാത്തത്തുൽ മിസ്രിയുടെ ഖുത്ബ നോക്കി വായിക്കുന്ന മൂല്യമാര് മുഴുവനും കൗമിനോട് ചോദിക്കുന്നുണ്ട്. അതേ ഉസ്താദ് മിമ്പറിന്റെ താഴേക്ക് ഇറങ്ങിയാലോ? ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്താ പറഞ്ഞത്?
അങ്ങനെന്താ പറയുന്നത്? അങ്ങ് വടക്ക് പടിഞ്ഞാറ് മക്ക എന്നൊരു ദേശത്ത് റബീഉൽ അവ്വൽ 12 പിറന്നു താഹാ മുത്ത് റസൂൽ ഫബിദാലിക ഫല്യഫ്റഹു. സന്തോഷിക്കാൻ. മിമ്പറിന്റെ മുകളിൽ പറഞ്ഞതല്ല കീഴെ പറയണേ. മിമ്പറിന്റെ മുകളിൽ പറഞ്ഞത് കീഴെ പറഞ്ഞിരുന്നുവെങ്കിൽ ആഘോഷിക്കാൻ കൗമിനെ കിട്ടില്ല. അതല്ലെങ്കിൽ നിഷേധിക്കട്ടെ. ഈ ശബ്ദം ഈ പുറത്ത് കേൾക്കുന്ന രൂപത്തിൽ, ഈ നാട്ടിലെ ജനങ്ങൾ കേൾക്കുന്ന രൂപത്തിൽ തൊട്ടടുത്തു തന്നെ പാരായണം ചെയ്യപ്പെടുന്ന, പള്ളികളിൽ പാരായണം ചെയ്യപ്പെടുന്ന കിതാബിൽ ഉള്ളത് ഇതാണ്. ഹിജറ 7-ാം നൂറ്റാണ്ട് വരെ, 8 വരെ 768 അദ്ദേഹം മരണപ്പെടുന്നതെങ്കിൽ ആ ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഖുത്ബയിലെങ്കിലും ഒരു പരാമർശം നബിയുടെ ജന്മദിനത്തെക്കുറിച്ച് പറയണ്ടേ? അപ്പോൾ മൗലവി 4ഉം 5ഉം എന്താ 2 കഴിഞ്ഞുള്ളൂ. 3 ഖുത്ബ, 3ാമത്തെ ഖുത്ബയുണ്ട്, 4ാമത്തെ ഖുത്ബയുണ്ട്, 5ാമത്തെ ഖുത്ബയുണ്ട്. അതിലെന്താ അതിനെപ്പറ്റി പറയണത്? ഇങ്ങനെ പോയാൽ അധികം വൈകാതെ ലോകം അവസാനിക്കും എന്നാണ്. ലോകം അവസാനിക്കാറായി എന്നാണ് ഈ 3-4 ഖുത്ബകളിലൊക്കെ പറയണത്. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിലും പറയുന്നത് ഈ പറയപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയ, ഈ ലോകത്തോട് വിട പറഞ്ഞ, സ്വഹാബത്തെ കിറാമിനെ മൊത്തത്തിൽ കണ്ണീരിലാഴ്ത്തിയ പൊന്നുമോൾ ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിനോട് വാ കർബ അബാ എന്ന് പറഞ്ഞ, എൻ്റെ വാപ്പാക്ക് എന്തൊരു വേദനയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞ, അതുപോലെ തന്നെ ഹസനും ഹുസൈനും റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ അവർ കരഞ്ഞ, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു രോഷാകുലനായ, അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാരഥന്മാരായ സ്വഹാബാക്കൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആ സ്വഹാബികളെല്ലാം അവർ കണ്ണീർ വാർത്ത. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് ഫാത്തിമ ബീവി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്ത് വരുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ ബീവി ചോദിക്കുകയാണ്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, എൻ്റെ വാപ്പയുടെ ദേഹത്ത് മണ്ണിടാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന്. അതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ, സങ്കടത്തിൻ്റെ ആ വാക്കുകളാണ്. അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്ന ദിവസങ്ങളാണ് ഈ റബീഉൽ അവ്വൽ 12ഉം 12നോടനുബന്ധമായിട്ടുള്ള ദിവസങ്ങളും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ പള്ളിയിൽ പറയുന്നതും വഹാബി പള്ളിയിൽ പറയുന്നതും ഒന്ന് തന്നെയാണ്. വഹാബി പള്ളി എന്ന് ഇവർ ആക്ഷേപത്തോടെ വിളിക്കുന്ന സലഫി പള്ളികളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മസ്ജിദുൽ ഇബ്രാഹിം മണലടി സലഫി മസ്ജിദിലാണ് ഞാൻ ജുമാക്ക് കൂടിയത്. അവിടുത്തെ ഖത്തീബ് യൂസുഫ് സലഫി അദ്ദേഹം വളരെ വ്യക്തമായിക്കൊണ്ട് പറഞ്ഞത്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ സംബന്ധിച്ചും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അനാചാരമായി കൊണ്ട് നടക്കുന്ന ഈ ബിദ്അത്തായ, ഈ പിഴച്ച, പ്രവാചകൻ അവഹേളിക്കുന്ന ഈ ഒരു വിപത്തിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചയും അത് സംബന്ധമായിട്ട് തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാ പള്ളിയിലും പറയുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടവാങ്ങിയ ആ വിഷയത്തെക്കുറിച്ചാണ്, ആ വിഷമത്തെക്കുറിച്ചാണ്. മനുഷ്യ, എന്താണ് നീ കരയാത്തത്? മനുഷ്യ, നിന്റെ കണ്ണുകൾ നിറയാത്തത് എന്താണ്? നീ ചിന്തിക്കാത്തത് എന്താണ് എന്നാണ് നുബാത്തി കുത്തുബ ഓതുന്ന സമസ്ത, സുന്നി എന്ന് അവകാശപ്പെടുന്ന സമസ്തയുടെ മെമ്പറിൽ നിന്ന് മനുഷ്യ, നീ എന്താണ് ചിന്തിക്കാത്തത്? നിന്റെ കണ്ണെന്താണ് കരയാത്തത്? ഇതുപോലൊരു മാസത്തിൽ, ഇതുപോലൊരു ദിവസമല്ലേ നമ്മുടെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്? നീ എന്താണ് ചിന്തിക്കാത്തതെന്നാണ് ചോദിക്കുന്നത്. നീ എന്താണ് കരയാത്തതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നു സഹോദരന്മാരെ, എന്താ വിറ്റകളൊക്കെ പറഞ്ഞിട്ട് കാര്യം? ഒരു പിഴച്ച കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക്, ഉദ്ദേശിക്കുന്നവർക്ക് ഇതിൽ ധാരാളമുണ്ട് എന്നുള്ളതാണ് ഈ ഉള്ളവന് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ അതിൻ്റെ പിന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.